ഗൈസ്, നമ്മൾ ഈ ഓട്ടോയും പിടിച്ച് എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ? അതെ, നമ്മൾ നമ്മുടെ രാജുവിന്റെ വീട് വരെ ഒന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോ തന്നെ നമ്മുടെ രാജു ഭയങ്കര കുക്കിങ്ങിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ രാജുവിന്റെ കയ്യിലിരുന്ന തവി ആഷിന്റെ കയ്യിലായിരിക്കുന്നു. അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ കാരക്കേട് കുറെ തണ്ണിമത്തനും പറക്കി തിന്നോണ്ട് നടക്കുകയാണ്. ഇവക്ക് അവിടെ ചെന്നപ്പോ തൊട്ട് ബാധ കയറിയതാണ്. കറിയിലിട്ട് ഇളക്കിയതിന് ശേഷം കൈ കിട്ടിയതല്ലേ ഇപ്പൊ പറക്കി അരിയുന്നു. അങ്ങനെ നമ്മൾ പുറത്തോട്ട് നോക്കിയപ്പോ അപ്പുറത്തെ വീട്ടിലെ ഒരു ശുണ്ടുമണി നമ്മളെ ഇങ്ങോട്ട് നോക്കുന്നു. ശുണ്ടുവിനെ നോക്കിയിട്ട് അകത്ത് കയറിയപ്പോ നമ്മുടെ ചിക്കൻ കറി നല്ലപോലെ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. ഒരു ഞായിടുവാണ് ഇത്. കൊച്ചി ഇത് ഇടാക്കോ കുത്താതാണ് ഉണ്ടാക്കിയതാണ് ഗർഭിണി പപ്പടം. വേണ്ടവർ DM ചെയ്ത് തരുന്നതായിരിക്കും. ഒരു സൈഡിൽ ചോറ് തണുക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുന്ന രാജു, മറ്റേ സൈഡിൽ വാളകവും കരക്കാടും. ഈ സാധനം എപ്പോ നമ്മുടെ കൈ കിട്ടും എന്നുള്ള സങ്കടത്തിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ രാജു ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ചിക്കൻ ഇട്ടു, ചോറിട്ടു, വീണ്ടും ചോറിട്ടു, ചിക്കൻ ഇട്ടു, പിന്നെ എന്തൊക്കെയോ വാരിയിട്ട് നമ്മുടെ രാജു ബിരിയാണി സെറ്റാക്കി. അപ്പോഴേക്ക് എക്സാമും കഴിഞ്ഞ് നമ്മുടെ ജയ്സൂരമോനും വന്നിട്ടുണ്ടായിരുന്നു. വന്ന് കയറുന്നത് ജ്യൂസും കുടിച്ച് അവന്റെ ഇരിപ്പായി. ഇതാണ് നമ്മുടെ തുളസി അമ്മ. അങ്ങനെ ഫൈനലി നമ്മുടെ ബിരിയാണി റെഡി ആയിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മുടെ രാജു നമുക്ക് അതൊക്കെ വിളമ്പിയൊക്കെ തന്നു. ഇനി നമുക്ക് ബിരിയാണി കഴിക്കാം. എക്സാമും കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണം പ്ലേറ്റിൽ തീർക്കുകയാണ് നമ്മുടെ ജയ്സൂരമോൻ. അങ്ങ് പത്തനാപുരത്തുനിന്ന് വാളകത്തുനിന്ന് വരെയാണ് നമ്മുടെ രാജുവിന്റെ ബിരിയാണി കഴിക്കാൻ ഇതുങ്ങൾ രണ്ടും പന്തളത്ത് വരെ വന്നിരിക്കുന്നത്. കാരക്കടയ്ക്ക് മൂലയ്ക്ക് പോയി നല്ല തട്ടാണ്. കണ്ടില്ല അവളുടെ മുഖത്തെ സന്തോഷം? അല്ലേ രാഹുൽ മച്ചാൻ, ഇവള് തിന്നാനും സമ്മതിക്കത്തില്ല. രാജു വെച്ച ബിരിയാണി കൊണ്ട് പറയുവല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. രാജേന്ദ്ര എല്ലാരെയും മനസ്സ് നിറയ്ക്കുക. എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നാണം കിട്ടാൻ എനിക്കണോ പട്ടി? ഇതിന്റെ ബാക്കി വീഡിയോ ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഇത്രയുള്ള ഗൈസ്, ടാറ്റ ബൈ ബൈ.